പറഞ്ഞോ. എൻ്റെ കൃഷിത്തോട്ടം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫ്രാൻസിസ്ക എഡ്വേർഡ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ചെണ്ടുമല്ലി കൃഷിയെ പറ്റിയാണ്. ഞാൻ കൊല്ലത്ത് മയനാട് എന്ന സ്ഥലത്ത് 14-ാം വാർഡിൽ താമസിക്കുന്നു. പല കൃഷികളും ഞാൻ ഇതുപോലെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഓണം ആയതുകൊണ്ട് നമ്മൾ ചെണ്ടുമല്ലി കൃഷിയാണ് ചെയ്തത്. അപ്പം ജൂലൈ ആദ്യത്തോടുകൂടി നമ്മുടെ ചെണ്ടുമല്ലി ആദ്യത്തെ ആഴ്ചയോടുകൂടി ചെണ്ടുമല്ലി കൃഷി ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ പുല്ലുകളും ചട്ടികളും എല്ലാം റെഡി, തറകളും നിലമൊരുക്കൽ പരിപാടികൾ തുടങ്ങി. ചെടിച്ചട്ടിയിൽ ഞാൻ നട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തെ കളകളും എല്ലാം മാറ്റിയിട്ട് കുമ്മായം ഇട്ട് 10 ദിവസം വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം നമ്മൾ ആയിട്ട് ഇളക്കി എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം ട്രൈക്കോഡെർമയെല്ലാം സ്യൂഡോമോണസും ചേർത്ത് നമ്മൾ വളമിട്ടിട്ട് ഈ 3 ആഴ്ച പ്രായമുള്ള തൈകളെ നമ്മൾ ഹൈബ്രിഡ് തൈകളാണ് നട്ടത്. എന്നാലേ നമുക്ക് ഇതുപോലെ വലിപ്പമുള്ള പൂക്കൾ കിട്ടത്തുള്ളൂ. സാധാ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നാടൻ വിത്തുകൾ മേടിച്ചു കഴിഞ്ഞാൽ ചെറിയ പൂക്കളാണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ നമ്മൾ നട്ട് അത് നടുന്നതിന് മുമ്പേ സൂഡോമോണസ് ലായനിയിൽ 750 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കണക്കിൽ ഈ തൈകൾ മുക്കി വെച്ച്, അപ്പോൾ അധികം ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വാട്ടർ രോഗങ്ങളൊക്കെ കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തൈക്ക് ഏകദേശം 3 ആഴ്ച ആയപ്പോഴേക്കും അതിന് 4 തട്ട് ഇല വന്നു. അപ്പം നമ്മൾ അതിൻ്റെ മണ്ട നുള്ളി കൊടുത്തു. എന്നിട്ട് ആ വലിയ അപ്പുറത്ത് നിൽക്കുന്നത് രണ്ടായിട്ട് വെട്ടി വയ്ക്കാത്ത തൈകളാണ്. ഈ ഇതെന്ന് പറയുന്നത് എനിക്ക് 200 തൈകളുണ്ടായിരുന്നു. അതിൽ ഞാൻ പകുതി അതിൻ്റെ മണ്ട നുള്ളിയ സമയത്ത് അത് ചെടിയുടെ പകുതി ഭാഗം വെച്ച് വെട്ടിയിട്ട് വേറൊരു ചട്ടിയിലോട്ട് വളമൊക്കെ പ്രിപ്പയർ ചെയ്ത ചട്ടിയിലോട്ട് വെച്ച് തണലത്ത് വളർത്തിയെടുത്തിട്ട് ഞാൻ നട്ടതാണ് ഈ താന്ന് നിൽക്കുന്ന ഈ ചെണ്ടുമല്ലിയെല്ലാം. മറ്റേത് ഹൈറ്റിൽ നിൽക്കുന്നത് മണ്ട നുള്ളാത്തതാണ്. അപ്പം അങ്ങനെ നട്ടു. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 18 ഇലയിലെല്ലാം തളിച്ചു കൊടുക്കണം. നമ്മളെപ്പോഴും നോക്കണം, ഇലകളൊക്കെ നോക്കണം. നല്ല വെയിലും നേർവാർച്ചയുള്ള സ്ഥലത്ത് മാത്രമേ ഇത് നടാവുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് നട്ട് കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും കാണത്തില്ല, നല്ല തൈയും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ശ്രദ്ധാപൂർവം മറ്റ് ചെടികളെ നോക്കുന്ന പോലെ തന്നെ വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് ഇത്രയും പൂക്കൾ കിട്ടത്തുള്ളൂ. പിന്നെ ഇപ്പം ഈ ഓണത്തിന് എനിക്ക് കടയിൽ നിന്ന് വാങ്ങാതെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഇത്രയും പൂക്കൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ചെണ്ടുമല്ലി നട്ടിരിക്കുന്നത്. കുതിരയൊന്നും കാണിക്കും. ആദ്യമായിട്ടാണ് ഈ ചെണ്ടുമല്ലിയെ ചെണ്ടുമല്ലി ഞാൻ നട്ടത്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ആവശ്യത്തിനുള്ള പൂക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇത്. ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് ക്ലാസ്സും കിട്ടിയിരുന്നു. അപ്പം ആ ക്ലാസ്സിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തിരിഞ്ഞത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എപ്പോഴുമുള്ള പരിചരണവും നല്ല വെയിലും ഇത് നമ്മൾ ഇടയ്ക്ക് ഫാക്ടം ബോക്സൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ യൂറിയയും പൊട്ടാഷ്യം ഒക്കെ അതിൻ്റെ സമയാസമയത്ത് ഇട്ട് കൊടുത്തിരുന്നു. ഇതിപ്പോൾ ആഹാരമല്ലാത്തതുകൊണ്ട് നമുക്കത് ഇട്ട് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇത്രയെങ്കിലും പിന്നെ ഈയിടെ മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് സ്ഥലത്തൊക്കെ മഴ ഒത്തിരി കിട്ടിയെടുത്താണ് പൂ കുറഞ്ഞിരിക്കുന്നത്. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണ്ട ആ സൈഡിൽ ഒത്തിരി പൂക്കളുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എല്ലാവർക്കും ഹാപ്പി ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.